ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള ഈ ചാപ്റ്ററിലെ 6 സെഷൻസ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ സെഷനിൽ 6ാമത്തെ സെഷനിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണ് എന്ന് ബേസിക്സ് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വളരെ ബ്രീഫായിട്ട് ഞാൻ പറയാം. എന്താ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ മോഷനിലുള്ള മാസ് അല്ലെങ്കിൽ ഇനർഷ്യ, അതിന് റൊട്ടേഷണൽ മോഷനിൽ വരുന്ന അനലോഗസിനാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രീവിയസ് സെഷൻസിലെല്ലാം നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ആദ്യം ഈ ഫോഴ്സിൻ്റെ ഇക്വാലൻ്റായ റൊട്ടേഷണൽ മോഷനിൽ എന്ത് വരുന്നു. ഓക്കെ, ലീനിയർ മോഷനിൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് ഞാനൊരു സാധനത്തിനെ തള്ളി നീക്കുന്നു അല്ലെങ്കിൽ പിടിച്ച് വലിക്കുന്നു, ഇതിനാണ് ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സിന് റൊട്ടേഷണൽ മോഷനിൽ ഇക്വാലൻ്റായി വരുന്ന, റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ പിടിച്ച് കറക്കുന്നു, അതാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗസ് ആയ ടോർക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ ലീനിയർ മോഷനിലുള്ള മൊമെൻറ്റം, ഒരു സാധനത്തിന് മൂവ് ചെയ്യാനുള്ള താല്പര്യം, അതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അതിന് റൊട്ടേഷണൽ അനലോഗസ് ആയ ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളുടെയും ലീനിയർ മോഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും റൊട്ടേഷണൽ അനലോഗസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ലീനിയർ മോഷനിൽ വരുന്ന മാസ് അല്ലെങ്കിൽ ഇനർഷ്യയുടെ അനലോഗസ് ആയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആയിരുന്നു നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറയുന്നത്, നമുക്ക് ലെറ്റ്സ് സേ ഇതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഈ പേനയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേന കറങ്ങുന്നു എന്ന് വിചാരിക്കാം. അതൊരു ആക്സിസ് വെച്ച് കറങ്ങുന്നു, ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക. ഈ ആക്സിസ് വെച്ച് ഇതിങ്ങനെ കറങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ലെറ്റ്സ് സേ ഈ അടപ്പൊരു പാർട്ടിക്കിളാണ്, ഇതിന് നിബ് ഒരു പാർട്ടിക്കിളാണ്, അകത്ത് റീഫിലുണ്ട് അതൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ കുറേ പാർട്ടിക്കിൾസ് ചേർന്നാണ് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും മാസ് ഞാൻ എടുക്കും. അത് M1 M2 എക്സെട്രാ അപ് ടു Mn ആണെന്ന് വിചാരിക്കുക. ഈ ഓരോ പാർട്ടിക്കിളും ഈ സെൻറ്ററിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. അങ്ങനെ R1 R2 എക്സെട്രാ അപ് ടു Rn ഉണ്ട്. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് M ഇൻറ്റു M, ഇത് M1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ M1 ഇൻറ്റു ഇതിന്റെ ദൂരം R1 ആണെങ്കിൽ M1 ഇൻറ്റു R1 സ്ക്വയർ ആയിരിക്കും ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അങ്ങനെ ഓരോ പാർട്ടിക്കിളുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ M ഇൻറ്റു R സ്ക്വയർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതെല്ലാം കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ ഈ പേനയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഹോൾ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു സിഗ്മ MR സ്ക്വയർ. MR സ്ക്വയർ എടുത്തിട്ട് അതിനെല്ലാം ആഡപ്പ് ചെയ്യുന്നു, സിഗ്മ MR സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ സെഷൻസ് എല്ലാം കാണണം എന്നുള്ളവർ, പ്രത്യേകിച്ച് 6ാമത്തെ സെഷൻ കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡ്സിൽ പോയാൽ മതി, ആ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ എല്ലാ സെഷൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യനെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ താല്പര്യത്തോടെയും ഇഷ്ടത്തോടെയും സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബോറായിട്ടായിരിക്കും പഠിക്കുന്നത്. ആൻഡ് കൺസെപ്റ്റ്സ് തറവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഏത് പരീക്ഷയ്ക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് തിയറി ആണെങ്കിലും എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഞാൻ വളരെ എളുപ്പമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കമൻസിൽ എഴുതുക. ഞാൻ കമൻസ് വായിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കാം. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ആ സമയം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നോട്ട്സ് എഴുതി എടുക്കുകയോ ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ I കൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. ആ I എന്നുള്ളത് സിഗ്മ M ഇൻറ്റു R സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു. ഓരോ വസ്തുവിൻ്റെയും M ഇൻറ്റു R സ്ക്വയർ ചെയ്തിട്ട് അതിനെല്ലാം ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം, കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ I വെച്ച് നമുക്ക് കൈനറ്റിക് എനർജി എങ്ങനെ പറയാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ലീനിയർ മോഷന്റെ. ഇനി ഈ I വെച്ച് അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, കൺസിഡർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് ഓൺ എ ഫിക്സഡ് ആക്സിസ്. ഒരു റിജിഡ് ബോഡി ഉണ്ട്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ആക്സിസിൽ വെച്ച് അത് റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. അതാണ് ഞാൻ ഇവിടെ ബ്ലൂവിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഈ O എന്ന് പറഞ്ഞ ആക്സിസിൽ വെച്ച് അത് റൊട്ടേറ്റ് ചെയ്യുവാണ്. അതിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ദ ബോഡി ഹാസ് n പാർട്ടിക്കിൾസ്. ഞാൻ പറഞ്ഞ പോലെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് വിത്ത് മാസസ് M1 M2 എക്സെട്രാ അപ് ടു Mn. ഓരോ മാസ് എന്ന് പറയുന്നത് M1 M2 അങ്ങനെ കുറേ പാർട്ടിക്കിൾ ഉണ്ട്. ഇവിടെ 3 വരച്ച് കാണിച്ചിട്ടുള്ളൂ. കുറേ പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. M1 M2 എക്സെട്രാ അപ് ടു Mn വരെ ഉണ്ട്. ഓക്കെ, ഈ ബോഡി ഇവിടെ പിടിച്ചിട്ട് ഇതിങ്ങനെ, ഈ പേനയാണെന്ന് വിചാരിക്കുക, ഈ പേന ഇങ്ങനെ കറങ്ങുന്നു. അതാണ് ഈ ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോഡി കറങ്ങുമ്പോൾ ഇതിനെല്ലാം ഒരു റേഡിയസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. ആ റേഡിയസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് M1, അതിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് R1 ആണെന്ന് വിചാരിക്കുക. M2ൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ R2 ആണെന്ന് വിചാരിക്കുക. അതേപോലെ Mnൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ Rn ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വിത്ത് റേഡിയസ് ഓഫ് റൊട്ടേഷൻ R1 R2 എക്സെട്രാ അപ് ടു Rn. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? എപ്പോഴും കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും
മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് m1 v1 സ്ക്വയർ ആദ്യത്തെ പാർട്ടിക്കിളിൽ കിട്ടി. രണ്ടാമത്തെ പാർട്ടിക്കിൾ ഹാഫ് m2 v2 സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടു പ്ലസ് ഹാഫ് mn vn സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ഓരോ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എടുത്തിട്ട് അതിനെല്ലാം ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കിട്ടും. അതായത് എനിക്ക് ചുരുക്കി എഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് സിഗ്മ ഹാഫ് എം വി സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ ബോഡി ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിനൊരു ആംഗുലാർ മൊമെന്റം ഉണ്ടാവും, ഒമേഗ ഉണ്ടാവും. എന്താണ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി പോകുന്നു, സമയത്തിനനുസരിച്ച് എത്ര ആംഗിൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. അത് ഈ എല്ലാ പാർട്ടിക്കിളും ഒരേ ആംഗുലാർ മൊമെന്റം ആയിരിക്കും. കാരണം ഇതൊരു റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡി ആകുമ്പോൾ ഈ പാർട്ടിക്കിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ബോഡി, റിജിഡ് ബോഡി കറങ്ങുമ്പോൾ ആ ആംഗുലാർ മൊമെന്റം എല്ലാ പാർട്ടിക്കിളും ഒരേപോലെ ആയിരിക്കും ആംഗുലാർ മൊമെന്റം ആയിരിക്കുന്നത്. ആ ആംഗുലാർ മൊമെന്റത്തിന് ഞാൻ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെലോസിറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെലോസിറ്റി എന്ന് പറയുന്നത് എനിക്കറിയാം v is equal to r into ഒമേഗ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെഷൻ നമ്പർ 1 and 2 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഇൻറ്റു ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ വസ്തുവിന്റെ വെലോസിറ്റി കിട്ടും. അപ്പോൾ v1 എന്നുള്ളത് എനിക്ക് r1 ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. v2 എന്നുള്ളത് എനിക്ക് r2 ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. അങ്ങനെ vn എന്നുള്ളത് എനിക്ക് rn ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ v1 v2 എല്ലാം ആണല്ലോ ഇവിടെ ഉള്ളത്, സിഗ്മ എം വി സ്ക്വയർ എന്ന് ഞാൻ പറഞ്ഞു. അതിന് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഞാൻ എഫക്റ്റീവ്ലി v എന്ന് എഴുതുന്നത് r ഒമേഗ എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് vക്ക് പകരം എനിക്ക് r ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, അപ്പോൾ കൈനറ്റിക് എനർജി എന്തായി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു സിഗ്മ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു r ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്നെനിക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എം ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്, ഞാൻ പറഞ്ഞു നേരത്തെ, ഒമേഗ മാറുന്നില്ല, എല്ലാത്തിനും ഒരേ ഒമേഗയാണ്. അപ്പോൾ ആ ഒമേഗ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, സിഗ്മയെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഹാഫും കോൺസ്റ്റന്റ് ആണ്, അത് ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഹാഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സിഗ്മ എം ആർ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ സിഗ്മ എം ആർ സ്ക്വയർ എന്താണ്? നമ്മൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൈനറ്റിക് എനർജിനെ എങ്ങനെ എഴുതാൻ പറ്റും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഐ, അല്ലെങ്കിൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ശ്രദ്ധിക്കാം, നമ്മൾ എന്താ പറഞ്ഞത്? ഹാഫ് ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. നമുക്ക് ഈ ലീനിയർ മോഷനിലാകുമ്പോൾ ഇതിന്റെ എക്സ്പ്രഷൻ, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയായിരുന്നു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് എനിക്കറിയായിരുന്നു. വി എന്ന് പറയുന്നത് വെലോസിറ്റി, വെലോസിറ്റിയുടെ റൊട്ടേഷൻ മോഷന്റെ അനലോഗസ് ആണ് ആംഗുലാർ വെലോസിറ്റി. എത്ര വേഗത്തിൽ പോകുന്നു എന്നുള്ളതാണ് വെലോസിറ്റി. എത്ര ആംഗിൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എങ്ങനെയാണോ ലീനിയർ മോഷൻ ഉള്ളത്, അതിന്റെ ഇക്വലന്റ് ആണ് ഒമേഗ, റൊട്ടേഷണൽ മോഷനിൽ ഒമേഗ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഐയും എമ്മും. ഓക്കെ, അപ്പോൾ എമ്മിന്റെ ഇക്വലന്റ് ആയിട്ടാണ് ഐ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മാസിന്റെ അനലോഗസ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ദ റൊട്ടേഷണൽ ഇക്വാലന്റ് ഓഫ് മാസ് ഇൻ ലീനിയർ മോഷൻ. ലീനിയർ മോഷനിൽ മാസ് എന്താണോ അതിന്റെ ഇക്വാലന്റ് ആയി, അല്ലെങ്കിൽ അതിന്റെ അനലോഗസ് ആയി നമുക്ക് പറയാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഇനി ഇനർഷ്യ എന്ന് പറയുന്നതും നമുക്ക് ഇക്വാലന്റ് ആയി പറയാം. അതായത് മാസ് കൂടുമ്പോൾ നമുക്കറിയാം, ഒരു പാറക്കെട്ടിനെ തള്ളി നീക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു കുഞ്ഞു കല്ലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തള്ളി നീക്കാൻ പറ്റും. കാരണം എന്താ? കുഞ്ഞു കല്ലാണെങ്കിൽ അതിന് മാസ് കുറവാണ്, അപ്പൊ അവിടെ അതിന്റെ ഇനർഷ്യ കുറവായിരിക്കും. ഓക്കെ, മാസ് കൂടുമ്പോൾ ഇനർഷ്യ കൂടുന്നു. അത് അപ്പോൾ മാസും ഇനർഷ്യയും ലീനിയർ മോഷനിൽ ഡിപ്പെൻഡന്റ് ആണ്. അതിന്റെ രണ്ടിന്റെയും അനലോഗസ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ ഐ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു വസ്തുവിന് നമുക്ക് ഒന്നെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് വെച്ച് നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കൈനറ്റിക് എനർജി കിട്ടുന്നതായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇഫ് വി ഇക്വേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി വിത്ത് ദ എക്സ്പ്രഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, വി ക്യാൻ ഗെറ്റ് ഐ. ശ്രദ്ധിക്കാം, എപ്പോഴും ഈ ഐ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, മാസ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പ്രോപ്പർട്ടിയാണ്, ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ് എന്ന് എനിക്കറിയാം. ഓക്കെ, മാസ് ഒരിക്കലും മാറത്തില്ല. ഇപ്പൊ ഈ പേനയുടെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേനയ്ക്ക് എന്താണോ തൂക്കമുള്ളത് അത് തന്നെ ആയിരിക്കും അതിന്റെ മാസ്, അത് വേറൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഐ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. എമ്മിനെ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ വസ്തുവിന്റെയും ഐ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു വസ്തുവിനെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ അതിന്റെ എക്സ്പ്രഷൻ, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന്റെ കൂടെ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഐ എടുക്കാൻ പറ്റും.
ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇത് കാണിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓരോ വസ്തുക്കൾക്കും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ തിൻ റിംഗ് ഓഫ് റേഡിയസ് ആർ വിത്ത് മാസ് എം. ഓക്കെ, ഒരു കുഞ്ഞ് റിംഗ് ആണ്, ഇതുപോലുള്ള ഒരു റിംഗ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിപ്പം തിക്നെസ് കൂടിയ ഒരു റിംഗ് ആണ്, ഇതിന് തിക്നെസ് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിൻ റിംഗ് ആണ്, അതിന് തിക്നെസ് ഇല്ല, തിക്നെസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന് റേഡിയസ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഉള്ള റേഡിയസ് ഈ സെന്റർ, ഈ O എന്ന് പറഞ്ഞ സെന്ററിൽ വെച്ചാണ് ഇത് കറങ്ങുന്നതെന്ന് വിചാരിക്കാം. അതിൽ നിന്നും ഇതിന്റെ എഡ്ജ് വരെയുള്ള റേഡിയസ് 6 ആണ്, ക്യാപിറ്റൽ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മാസ് M ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ റേഡിയസ് 6 മാസ് M ഉള്ള ഒരു റിംഗിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ പ്ലെയിൻ വിത്ത് ആക്സിസ് അറ്റ് സെന്റർ. ഓക്കെ, ഇത് ഏത് പ്ലെയിനിലാണോ ഇരിക്കുന്നത് അതേ പ്ലെയിനിൽ സെന്റർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ആക്സിസ്, എവിടെയാണോ സെന്റർ വരുന്നത് അതാണ് ആക്സിസ്. ആ ആക്സിസിൽ വെച്ച് ഇങ്ങനെ കറങ്ങുന്നു, നമ്മൾ സ്റ്റിയറിംഗ് വീൽ കറക്കുന്ന പോലെ ഇത് കറങ്ങുന്നു. ഈ ഒരു കേസാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വസ്തുവിന് എത്രയായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക, ആദ്യം നമുക്കറിയാം ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ M × v² ആണ് എന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി ഇതിന്റെ ആംഗുലാർ മൊമെന്റും ഒമേഗ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വീനെ എങ്ങനെ പറയാം? V = R × ഒമേഗ എന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇനി അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി = ½ M × R² ω², അല്ലെ? R ഒമേഗ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R² ω² എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ½ I ω² ആണ് വസ്തുവിന്റെ കൈനറ്റിക് എനർജി എന്ന് എനിക്കറിയാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഇവിടെ എഴുതുവാണ് V = R ഒമേഗ എന്നുള്ള കാര്യം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ½ I ω² ആണെങ്കിൽ, ഓക്കെ, ഈ ω² ω² കട്ട് ചെയ്ത് പോകും, ഹാഫും കട്ട് ചെയ്തു. അപ്പോൾ I = M × R² എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു റിംഗ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു റിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. ആ റിംഗ് അതിൻ്റെ സെന്റർ എന്നുള്ള പോയിന്റിൽ വരുന്ന ഒരു ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, mr² ആണ്. ഓക്കെ, ഇനി എപ്പോഴും ഈ mr² തന്നെ ആവണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്, പക്ഷെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, റേഡിയസ് ഓഫ് റൊട്ടേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയി ഇങ്ങനെ mr² ആയിട്ട് തന്നെ വരണം എന്നില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. റിജിഡ് റോഡ് ഓഫ് ലെങ്ത് L വിത്ത് നെഗ്ലിജിബിൾ മാസ് ഹാവിംഗ് മാസസ് m/2 ഓൺ ഈച്ച് എൻഡ്സ്. ഒരു റോഡാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ പേനയാണ് ഒരു റോഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതിന് മാസ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഈ റെഡിൽ വരച്ച് കാണിച്ചാണ് ആ റോഡ്. ഇത് ഒരു ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇതാണ് അതിന്റെ ആക്സിസ്, പ്ലസ് പോലെ ഇരിക്കുന്നു. ഈ എൻ്റെ വിരലാണ് ഇതിന്റെ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇതിന് രണ്ടറ്റത്ത് 2 മാസ് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ബ്ലാക്കിൽ ഞാനിങ്ങനെ വരയ്ക്കാൻ പോകുന്നു. ഈ രണ്ടറ്റത്ത് 2 മാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M/2 ആണ്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ l/2, ഇപ്പുറത്തെ സ്മോൾ l/2 ആണ് ആക്സിസിൽ നിന്നും. അതായത് എൻ്റെ വിരൽ ആക്സിസ് എന്ന് ഞാൻ പറഞ്ഞു, ആ വിരലിൽ നിന്നും l/2 ഇപ്പുറത്തെ ഒരു മാസ്, l/2 ഇപ്പുറത്തെ ഒരു മാസ്, അങ്ങനെ നിൽക്കുവാണ്. ഇത് ഇങ്ങനെ കറങ്ങുവാണ്. ഓക്കെ, ഈ ഒരു കേസാണ് പറയാൻ പോകുന്നത്. എൻ്റെ വിരലിൽ ആക്സിസ് ആയി വെച്ചുകൊണ്ട് ഇതിങ്ങനെ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന് എത്രയായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കൈനറ്റിക് എനർജി കിട്ടാൻ പോകുന്നത്. ആദ്യം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ആദ്യം ഈ മാസിന്റെ കൈനറ്റിക് എനർജി ശ്രദ്ധിക്കുക. ഈ മാസ് കറങ്ങുന്നത് ഒരു v വെലോസിറ്റിയിലാണെന്ന് വിചാരിക്കാം. ഇതിന്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v = L/2 × ഒമേഗ. രണ്ടിനും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇത് ഇപ്പുറത്തെ L/2, ഇത് ഇപ്പുറത്തെ L/2. എനിവേ L/2 × ഒമേഗ ആണ് ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി അറിയാം, ½ M × v² ആണ്. അപ്പോൾ ½ × M എന്ന് പറയുന്നത് m/2 ആണ്. അപ്പോൾ m/2 × L/2 ഒമേഗ (² ആണ് എന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇതുപോലെ 2 വസ്തുക്കളുണ്ട്. ഇത് ഒരു വസ്തുവിനെ പറഞ്ഞു, ഇതുപോലെ 2 വസ്തുക്കളുണ്ട്. അപ്പോൾ (2) എന്ന് എനിക്ക് പറയാം. അപ്പം ഞാനിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഹാഫ് അങ്ങനെ ആയിരിക്കും. m/2 × 2, ഈ 2 ഈ 2 കട്ട് ചെയ്ത് പോയെന്ന് വിചാരിക്കാം. അപ്പോൾ ½ × M × ഇത് (² ആണ്. അപ്പോൾ L² / 4 × ഒമേഗ², L² / 4 × ഒമേഗ² ആണ്. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, ½ I ω² ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ½ I ω². അങ്ങനെയാണെങ്കിൽ എനിക്ക് ω² കട്ട് ചെയ്ത് പോകും, ഹാഫ് കട്ട് ചെയ്ത് പോകും. അപ്പോൾ I എന്ന് പറയുന്നത് mL² /
4 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും mr² എന്ന് കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നോക്കൂ, ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞു നമ്മുടെ ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് ml² / 4 എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ നിന്നും, അൺലൈക്ക് മാസ് പോലെ അല്ല ഇവിടെ വരുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്തുകൊണ്ടാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് നോട്ട് ഫിക്സ്ഡ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ അല്ല, അതിന് സ്ഥിരമായിട്ട് ഒരു വാല്യൂ ഇല്ല. ബട്ട് ദ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അറൌണ്ട് ദി ആക്സിസ്. ഏത് ആക്സിസിന് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് എങ്ങനെയാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇവിടെ വരച്ച് കാണിക്കുവാണ്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഞാൻ ഇവിടെ ഒരു കല്ല് വെച്ചു, ഇവിടെ ഒരു കല്ല് വെച്ചു, എന്നിട്ട് കറക്കുവാണ്. അപ്പോൾ ഈ വസ്തുവിനുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഈ വസ്തുവിന് ഈ കല്ലിന് രണ്ടും ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും 2 രീതിക്കായിരിക്കും വരുന്നത്. ഓക്കെ, ഈവൻ ദോ അവിടെ ഉള്ള മാസ് സെയിം ആണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിലും ഈ വസ്തുവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എപ്പോഴും മാറുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാം. അത് ഈ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൺസെപ്റ്റ് ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ദ റേഡിയൽ ഡിസ്റ്റൻസ് ടു എ പോയിന്റ് which would have moment of inertia same as the body's distribution if mass is concentrated at that point. Okay, radius of gyration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തു ഇങ്ങനെ കറങ്ങുവാണെന്ന് വിചാരിക്കുക, ഈ പാർട്ടിക്കിൾ തന്നെയാണ് എന്ന് വിചാരിക്കാം. കുറേ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കുറേ അവിടെ ഇവിടെയായിട്ടൊക്കെ കുറേ മാസ് കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇതിന്റെ എല്ലാ മാസും കോൺസെൻട്രേറ്റഡ് ആയി ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ടോട്ടൽ മാസ് m ആണെന്ന് വിചാരിക്കാം. ആ m എല്ലാം കൂടെ ഈ ബ്ലാക്ക് പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആയി ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ആ പോയിന്റും ഇതിന്റെ സെന്റർ ഓഫ് റൊട്ടേഷനുമായുള്ള ദൂരം, അതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ k എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം വരുമ്പോൾ ഇക്വേഷൻ നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ mr² എന്ന് വരുന്നു, ml² / 4 എന്ന് വരുന്നു. അപ്പോൾ m ഇൻറ്റു എന്തെങ്കിലും സ്ക്വയർ എന്നൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്, അല്ലേ? അപ്പോൾ അപ്രോക്സിമേറ്റ് ആയി നമുക്ക് പറയാം I is equal to m ഇൻറ്റു k² എന്ന് എനിക്ക് പറയാം. ക്യാപിറ്റൽ M ഇൻറ്റു ടോട്ടൽ മാസ് ഇൻറ്റു k² എന്ന് പറയാം. ഈ കെനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കെന് നമുക്ക് എങ്ങനെ എഴുതാം? k is equal to √I / m എന്ന് എനിക്ക് എഴുതാം. ആ വസ്തുവിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ മാസ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ എന്ത് ക്വാണ്ടിറ്റി കിട്ടുന്നോ അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിക്കൊള്ളുക. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങൾ നോട്ട്സ് എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള കാര്യം, അതായത് അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് k is equal to √I / m ആണ്. അപ്പോൾ അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യം പറയണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ യൂണിറ്റ് പറയണം, ഡയമെൻഷൻ പറയണം, ആൻഡ് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് പറയണം. ആ 3 കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാം. യൂണിറ്റ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ തന്നെയാണ്. കാരണം ശ്രദ്ധിക്കുക, ഇത് mk² എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. നേരത്തെ നമുക്ക് കിട്ടിയപ്പോൾ ഒരു സർക്കുലർ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അത് mr² എന്നായിരുന്നു കിട്ടിയത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ mk². അപ്പോൾ സിമിലർ ടു ഈ k എന്ന് പറയുന്നത് സിമിലർ ടു r ആണ്. ഓക്കെ, അപ്പോൾ ആറിന് എന്ത് യൂണിറ്റ് വരുന്നു അത് തന്നെ ആയിരിക്കും ഈ കെയിൻ്റെ യൂണിറ്റ് പറയുന്നത്. ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്, റേഡിയസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ആ മീറ്റർ തന്നെയായിരിക്കും ഇവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഡയമെൻഷൻ എന്ന് പറയുന്നത് മീറ്റർ ആയതുകൊണ്ട് അത് ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ്. അപ്പോൾ L ആണ് ഡയമെൻഷൻ. ആൻഡ് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി അല്ല, പകരം മാറിക്കൊണ്ടിരിക്കും. മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് മാറുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ഡിഫറെൻറ്റ് ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തിൻ സർക്കുലർ റിംഗ് വിത്ത് റേഡിയസ് R. നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഒരു സർക്കുലർ റിംഗ് ഞാൻ പറയുവാണ്, അതിന്റെ റേഡിയസ് R ആണെന്ന് വിചാരിക്കുക. തിൻ സർക്കുലർ റിംഗ്. ഈ തിൻ എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തടിയൊന്നും ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഒന്നും ഇല്ല, മൊത്തം ഒരു റേഡിയസേ ഉള്ളൂ. അത്ര കുഞ്ഞ് ഒബ്ജക്റ്റ് ആണ്, ഒരു കുഞ്ഞ് റിംഗ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് R ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ പടം. ഇത് സെന്റർ ആണ്. സെന്ററിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്സിസ്, അതായത് ഇങ്ങനെ ഒരു ആക്സിസ്. ഈ ആക്സിസിൽ വെച്ച് ഇത് കറങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ കറങ്ങുന്നു. ഇതാണ് ആക്സിസ്, ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, ആ കേസാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞു. ടോട്ടൽ മാസ് m ആണെങ്കിൽ അവിടെ വരുന്ന I എന്ന് പറയുന്നത് mr² ആയിരിക്കും. ഇനി തിൻ സർക്കുലർ റിംഗ് വിത്ത് റേഡിയസ് R, ആക്സിസ് എന്ന് പറയുന്നത് ഡയമീറ്റർ, അതായത് ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് ഇനി ആക്സിസ്, ഇത് ഇങ്ങനെ കറങ്ങുന്നു.
ആ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ്. അവിടെ വരുന്നത് mr² ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ വാല്യൂ ഓർത്തിരുന്നാൽ അത്രയും നല്ലതാണ്. ഇനി തിൻ റോഡ് വിത്ത് ലെങ്ത് L പെർപെൻഡിക്കുലർ അറ്റ് മിഡ് പോയിന്റ് ആണ് അതിന്റെ ആക്സിസ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ തിൻ റോഡ് വിത്ത് ലെങ്ത് L എന്ന് വിചാരിക്കുക. അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഈ പ്ലസ് പോലെ നേരത്തെ നമ്മൾ കാണിച്ച പോലെ ആ ആക്സിസിൽ വെച്ച് ഇത് കറങ്ങുന്നു. ഓക്കെ, ഇതിനൊരു മാസ് ഉണ്ട് m എന്ന് വിചാരിക്കാം. ഇതിന്റെ ടോട്ടൽ ലെങ്ത് L ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ml² ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഇനി ഒരു ഡിസ്കിന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്ലേറ്റ് പോലെ ഇരിക്കും, അത് നിറഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ, ഒരു 2 ഡയമെൻഷണൽ ഷേപ്പാണ്. ഈ ഡിസ്ക് ആണ് കറങ്ങാൻ പോകുന്നത്. എങ്ങനെ ആക്സിസ് വരുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്റർ ആണ്, ഇതിന്റെ സെന്ററിൽ പെർപെൻഡിക്കുലർ വരുന്നത്. അതായത് ആ ഡിസ്ക് ഇതാ ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, നിങ്ങളുടെ CD ഒക്കെ കിടന്ന് കറങ്ങുന്ന പോലെ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറയുന്നത് mr² ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനി സർക്കുലർ ഡിസ്ക് വിത്ത് റേഡിയസ് ആർ അഗൈൻ സെയിം തന്നെയാണ്, പക്ഷെ അവിടെ ആക്സിസ് മാറി ഡയാമീറ്ററിൽ വെച്ച് കറങ്ങുന്നു. അതായത് ഈ ഡിസ്ക് ഇങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ mr² ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. ഇത് കൂടാണ്ട് ഒരു 3 ഡയമെൻഷണൽ ഷേപ്പിന്റെ കൂടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുത്തോളൂ അതിന്റെ വാല്യൂ. അപ്പോൾ ഈ കാണിച്ച ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 5 എണ്ണവും ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചു തന്ന 3 വസ്തുക്കളുടെ 3 ഡയമെൻഷണൽ വസ്തുക്കളുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അത് വെച്ച് ചോദ്യം ഞാൻ പരീക്ഷയ്ക്ക് അങ്ങനെ കാണാതെ ചോദിച്ച് കണ്ടിട്ടില്ല. മിക്കവാറും നിങ്ങൾക്ക് അതിന്റെ വാല്യൂ തരുന്നതായിരിക്കും, പക്ഷെ അത് പഠിച്ചിരുന്നാൽ നല്ലതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ തിൻ സർക്കുലർ റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു തിൻ സർക്കുലർ റിംഗിനെ കുറിച്ച്. ആ തിൻ സർക്കുലർ റിംഗിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വിത്ത് റേഡിയസ് r റൊട്ടേറ്റിംഗ് അബൌട്ട് ഡയാമീറ്റർ. ഈ കേസ് രണ്ടാമത്തെ കേസാണ് പറയുന്നത്. ആ രണ്ടാമത്തെ കേസിലെ വസ്തുവിനെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം തിൻ സർക്കുലർ റിംഗ് വിത്ത് റേഡിയസ് r ഡയമീറ്ററിൽ വെച്ച് കറങ്ങുന്ന അങ്ങനത്തെ ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറയുന്നത് mr² ഡിവൈഡഡ് ബൈ 2 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഫോർമുല നമ്മൾ പറഞ്ഞായിരുന്നു k = √I/m എന്നറിയാം. അപ്പോൾ k √I ഡിവൈഡഡ് ബൈ m എന്ന് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ I-നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ k √mr² ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ m, അല്ലെങ്കിൽ √mr² ഡിവൈഡഡ് ബൈ 2m. m കട്ട് ചെയ്ത് പോകും. 6 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ r/√2 ആയിരിക്കും അതിന്റെ വാല്യൂ. ഇങ്ങനെ നിങ്ങൾക്ക് I അറിയാം എന്നുണ്ടെങ്കിൽ I = mk² എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ k √I/m എന്ന് എനിക്കറിയാം. അതിൽ നിന്നും എനിക്ക് k കണ്ടുപിടിക്കാൻ പറ്റും. ഓൾറൈറ്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് പല വസ്തുക്കളുടെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് മാറുന്നത്, ആക്സിസ് അനുസരിച്ച് മാറുന്നത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. പല പല വസ്തുക്കളുടെ പല പല ഷേപ്പുള്ള വസ്തുക്കളുടെയും പല പല ഡിസ്ട്രിബ്യൂഷൻ ഉള്ള വസ്തുക്കളുടെ എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. അതിനുശേഷം പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചു, അത് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പാരലൽ ആക്സിസ് തിയറം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് ഈ ആക്സിസ് മാറുമ്പോൾ എങ്ങനെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറുന്നു എന്നുള്ള കാര്യം പഠിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നോട്ട്സ് എഴുതി എടുത്തോളാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.